ഉണ്ടെന്നും ഇന്നുവരെ അതു കുറഞ്ഞിട്ടില്ല. എന്നും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെ അതു കുറുകിട്ടില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഓരോ നാളും വറ്റിപ്പോകില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഓരോ നാളും വറ്റിപ്പോകില്ല. ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ആ ഇൻപസ്വരത്താൽ നയിച്ചതിനാ. ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ആ ഇൻപസ്വരത്താൽ നയിച്ചതിനാ. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഓരോ നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഓരോ നാളിലും വാതിലടയുകില്ല. എൻ തല ചായ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. എൻ തല ചായ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ആ ഇൻപസ്വരത്താൽ നയിച്ചതിനാ. ഹല്ലേലൂയ പാടി ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ആ ഇൻപസ്വരത്താൽ നയിച്ചതിനാ. എന്നെ നടത്തും ആ പൊന്നുകരമോ ഓരോ നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നുകരമോ ഓരോ നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്. ഓരോ നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്. ഓരോ നാളും മന്ദമാകില്ല. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ആ ഇൻപസ്വരത്താൽ നയിച്ചതിനാ. ഹല്ലേലൂയ
ഹല്ലേലൂയ പാടിയിടും. ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേലൂയ. അനുഭവമുള്ളവർ വായുകളെ തുറന്ന് യേശുവിന് ഇന്ന് പകലിൽ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ആരാധന കൊടുത്താട്ടെ. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഓ ഹല്ലേലൂയ പാടിയിടും. ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും. ആ ഇൻപസ്വരത്താൽ നയിച്ചതിനാ താൻ വാഴുകയാ. ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല. ഭാവിയല്ല തൻ കയ്യിലെന്നോർക്കാം. എത്ര ധന്യമേ ലോകജീവിതം. താൻ വാഴുകയാ. ആകുലമില്ല നാളെ ഭീതിയില്ല. ഭാവിയല്ല തൻ കയ്യിലെന്നോർക്കാം. എത്ര ധന്യമേ ലോകജീവിതം. ആദി വേണ്ട ആശ്രയമേകാം. തൻ കരങ്ങൾ പിൻപിലുണ്ട്. തൻ വഴികൾ സമ്പൂർണമല്ലോ. ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. ആദി വേണ്ട ആശ്രയമേകാം. തൻ കരങ്ങൾ പിൻപിലുണ്ട്. തൻ വഴികൾ സമ്പൂർണമല്ലോ. ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. താൻ വാഴുകയാ. ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല. ഭാവിയല്ല തൻ കയ്യിലെന്നോർക്കാം. എത്ര ധന്യമേ ലോകജീവിതം. താൻ വാഴുകയാ. ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല. ഭാവിയല്ല തൻ കയ്യിലെന്നോർക്കാം. എത്ര ധന്യമേ ലോകജീവിതം. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ. അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാറിൽ നിത്യവും ചാരിടും ഞാൻ. എത്ര മോദമാ. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ. അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാറിൽ നിത്യവും ചാരിടും ഞാൻ. എത്ര മോദമാ. താൻ വാഴുകയാ. ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല. ഭാവിയല്ല തൻ കയ്യിലെന്നോർക്കാം. എത്ര ധന്യമേ. ആ ഉറപ്പുള്ളവരിയ്ക്കുന്ന ഇരിപ്പിടങ്ങൾ
കാര്യങ്ങളെ വിട്ട് ഒരു നിമിഷം എഴുന്നേറ്റ് താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താം എത്ര ധന്യമേ ലോക ജീവിതം താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താം എത്ര ധന്യമേ ലോക ജീവിതം താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താം എത്ര ധന്യമേ ലോക ജീവിതം താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താം എത്ര ലോക ജീവിതം താൻ വാഴുകയാ ശബ്ദമേർത്തി നാളെ എന്ന ഭീതിയില്ല ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താം എത്ര ധന്യമേ ലോക ജീവിതം ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താം യേശുവേ അങ്ങേക്ക് ആരാധന യേശുവേ അങ്ങേക്ക് മഹത്വം ഞങ്ങളെ നന്നായി അറിയുന്ന ദൈവമേ ഞങ്ങളെ നന്നായി കാണുന്ന ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ ഞങ്ങൾ അങ്ങയുടെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ ഞങ്ങളെ നടത്തുവാൻ കഴിവുള്ള വിശ്വസ്തനായ ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കും എത്ര ധന്യമേ ലോക ജീവിതം കരങ്ങളെ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതം കൃപകളോടെ പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതം കൃപകളോടെ ഇന്നലെയും ഇന്നുമെന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം ഇന്നലെയും ഇന്നുമെന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്ന് വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്ന് വാഴ്ത്തി പുകഴ്ത്തിടുമേ ഓരാ ഭയങ്കര കാറ്റുമല കൊടിയതായി വരും നേരത്തിൽ
എൻ പ്രിയ യേശുവേ ഞാനൻ വാഴ്ത്തി പുകഴ്ത്തിടുമേ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വച്ചു ജീവപാത എന്നും ഓടും ഞാൻ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വച്ചു ജീവപാത എന്നും ഓടും ഞാൻ. യേശുവെന്ന നാമമേ, യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ എൻ പ്രിയ യേശുവേ ഞാനൻ വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനൻ വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്നു പ്രിയനാ ഈ വേല ചെയ്യും ഞാൻ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്നു പ്രിയനാ ഈ വേല ചെയ്യും ഞാൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനൻ വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ യോർദാൻ സമമനശോധനയിലും താണു വീണു പോകാതെ. യോർദാൻ സമമനശോധനയിലും താണു വീണു പോകാതെ. ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമാച്ചേരി. ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമാച്ചേരി. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനൻ വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനൻ വാഴ്ത്തി പുകഴ്ത്തിടുമേ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമം വൈഡാരാധാരബലാധാരികതലരിമനക ദുരബല വൈഡവരം ശ്വാരാധാരി കലരാധരലമനക ദുരബല ദുരിവിരിയാന്തരലാന്തരലമനക ലേബോരോ ശ്വാലാരാധാരാധാരിമനക ദുരബല വൈഡവരാധകരാധരലം ശ്രീമാനാധാര ശൂരാബാലാരി കലരമനക ദുരിവിലിയാന്ത ശ്വാലാധാരി ധാരാധാരി കലരാധ വൈഡാര ദുരബല രമനക ദുരിവിരിയാന്താരി കലരമനക ദുരബലവം ഋമനക ദുരബല രമനക ധോരി പരാന്തര ലാന്തര ലമനക ശുഡബല രമനക ധോരി ബലാന്തരലം ശ്വാലവലങ്കാരി മരലക തല ഋമനക ദുരബല രമനക ധോരി ബലാന്തര ലാന്ത ശ്വേഷ ബലന്തരലം ധരലം 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 ദുരബം വൈഡാരം ലബാല ദൂരബലാന്താരി കലരമനക ദുരബല രമനക ദുരിവിരിയാന്ത ബലാര ദൂരബലം ധരലം ധരലം ദുരബം ശകടം രകടം ഋമനക ദുരബല രമനക ധോരി ബലാന്തര ലാന്തര ലമനക ധോരി ബാ ലബാര ദൂരബലാന്താരി കലരമനക ദുരബല രമനക ദുരിവിരിയാന്തര ലാന്തര ലമനക ബാലാധാരാലാരി ബലലക ദുരബല രമനക ദുരിവിരിയാന്തോ ലേശച്ചാല മരാന്തര ലാന്തര ലമനക ദുരബല രമനക ദുരിവിരിയാന്തര ലമനക വൈഡബലന്തര
ഇരുളിന്റെ വ്യാപാരങ്ങൾ, ഇരുളിന്റെ സാന്നിധ്യങ്ങൾ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ. തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്ന, നിന്നെ ഉയർത്തത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വ്യക്തി ജീവിതങ്ങളെ, കുടുംബങ്ങളെ, ഭവനങ്ങളെ വിട്ട് പുറത്തു പോകാൻ നിന്നോട് കൽപ്പിക്കും. ക്രിസ്തുവേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറേണ്ടത് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമം ഉയരട്ടെ, യേശുവിന്റെ നാമം ഉയരട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തിട്ട് പറ, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ആരൊക്കെ കളഞ്ഞിട്ട് പോയാലും, ആരൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിലും ദൈവം ആരോടുണ്ട്? നമ്മോട് കൂടെ ഉണ്ട്. ഉണ്ടോ? ഹല്ലേലൂയ. ഉണ്ടോ? ഉണ്ട്. ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ നിലനിൽക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 28-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 20 വരെ വായിക്കുമ്പോൾ, കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുന്ന സമയത്ത് അവർ ആദ്യം അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. നമ്മളോട് കൂടെ ആരുണ്ട്? ലോകാവസാനത്തോളം കർത്താവുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാരോട് ആരുണ്ട്? ലോകാവസാനത്തോളം കർത്താവ് ഉണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ നമ്മൾ കർത്താവുമായി ചേർന്നിരുന്നാൽ, കർത്താവിനെ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനമുള്ളവരാകുവാൻ ജീവിച്ചാൽ, കർത്താവിൻ്റെ കൽപ്പന പ്രമാണിച്ചാൽ ഒരിക്കലും കർത്താവ് നമ്മെ കൈവിടുകയില്ല. നിങ്ങൾ യേശുവിലും യേശു നിങ്ങളിലുമായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്ത് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം യേശുവിലായിരിക്കും. നിൻ്റെ ചിന്തകളെല്ലാം ആരായിരിക്കും? കർത്താവിൽ ആയിരിക്കും. നിൻ്റെ നടപ്പ് കർത്താവിന് അനുരൂപമായി നടക്കുവാൻ നീ ശ്രമിക്കും. നിൻ്റെ കൊടുക്കൽ വാങ്ങൽ എല്ലാത്തിലും ആരുടെ പ്രവൃത്തി വെളിപ്പെടും? കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഈ നാളുകളിൽ അങ്ങനെ ക്രിസ്തുവിന് അനുരൂപരായ വ്യക്തികൾ എഴുന്നേൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളോടൊപ്പം കർത്താവ് ഉണ്ട് എന്ന് നിങ്ങളല്ല സാക്ഷി പറയേണ്ടത്, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയണം. ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്തായിരിക്കുന്ന നിങ്ങളെക്കുറിച്ച് എത്ര പേർ സാക്ഷി പറയും? ഇവൾ കർത്താവിൻ്റെ മകളാണ്, ഇവൻ കർത്താവിൻ്റെ മകനാണെന്ന് എത്ര പേരെ കുറിച്ച് സാക്ഷി പറയും? അങ്ങനെ ആരെക്കുറിച്ചെങ്കിലും സാക്ഷി പറയാൻ കഴിയാതിരിക്കുന്ന മേഖല ഉണ്ടെങ്കിൽ ഈ പകൽക്കാലം നിങ്ങൾ ഇന്നു മുതൽ അതിനു വേണ്ടി ശ്രമിക്കണം. നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി ആരുടെ കരത്തിലേക്ക് കൊടുക്കണം? കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്കണം. കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഹല്ലേലൂയ. ആരുടെ ശിഷ്യരാക്കാനാണ്? സുവിശേഷം പറഞ്ഞ് എൻ്റെ ശിഷ്യനാക്കാനല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ ശിഷ്യനാക്കുവാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്.
കർത്താവിന് സർവ്വ അധികാരങ്ങളും കർത്താവിൻ്റെ കരത്തിൽ ലഭിച്ച സമയത്ത് ആ അധികാരം സഭയാകുന്ന നമുക്ക് വേണ്ടി കർത്താവ് പകരുകയും സഭയാകുന്ന ശരീരമാകുന്ന നമ്മുടെ തലയായി കർത്താവ് വാഴുകയും ആ അധികാരങ്ങളൊക്കെ ഇന്ന് ഈ ലോകത്തിൽ പ്രയോഗിക്കേണ്ടത്, അധികാരങ്ങളെല്ലാം വെളിപ്പെടേണ്ടത്, ക്രിസ്തുവിന് കിട്ടിയ സർവ്വ അധികാരങ്ങളും ഇന്ന് ഈ ലോകത്തിൽ വെളിപ്പെടുത്തി വരേണ്ടത് നമ്മളിലൂടെയാണ്. ഹല്ലേലൂയ. സർവ്വ അധികാരങ്ങൾക്കും അധികാരിയാണ് നമ്മുടെ അപ്പൻ. ആ കർത്താവിന് നമ്മുടെ തലയായിരിക്കുമ്പോൾ, അധികാരിയായിരിക്കുമ്പോൾ, ആ അധികാരത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ഞാൻ ആ അധികാരത്തിനനുസരിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. ഒരു രാജാവിൻ്റെ മകൻ ആരെപ്പോലെ ജീവിക്കും? ആരെപ്പോലെ ജീവിക്കും? രാജാവിനെ പോലെ ജീവിക്കും. കാരണം എന്താണ്? അവൻ നടന്നതും അവൻ കണ്ടതും അവൻ്റെ ജീവിതവും അതാണ്. നമ്മൾ ലോകപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഡോക്ടർമാരുടെ മക്കൾ മിക്കവാറും ആരായി മാറും? ഡോക്ടർമാരായിട്ട് തന്നെ മാറും. നമ്മുടെയൊക്കെ സാഹചര്യത്തിൽ നമ്മുടെ മക്കൾ നമ്മളെപ്പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനേക്കാൾ ഉപരി നമ്മൾ ആഗ്രഹിക്കണം നമ്മൾ യേശുവിലാണെന്ന് അവർ മനസ്സിലാക്കി, നമ്മൾ യേശുവിനെ അറിഞ്ഞതിനേക്കാൾ, യേശുവിന് വേണ്ടി നമ്മൾ ജീവിച്ചതിനേക്കാൾ നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. ഈ നാളുകളിൽ അങ്ങനെ ഒരു അധികാരത്തിൻ്റെ തലമുറ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയം അത്രയും യേശുവിനെ നമ്മളിലൂടെ വെളിപ്പെടുവാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. പുത്രനായ ക്രിസ്തുവിനെ നമ്മളിലൂടെ വെളിപ്പെടുത്തുവാൻ പിതാവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ വാക്കിലും സംസാരത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വിട്ടുമാറാതെ വണ്ണം നമ്മൾ പിന്തുടർന്നാൽ, പ്രിയമുള്ളവരെ, ഈ നാളുകൾ നമ്മളായിരിക്കുന്ന ദേശം, നമ്മളായിരിക്കുന്ന കുടുംബം, നമ്മളായിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്തെല്ലാം ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടും. ആ വെളിപ്പെടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ബദ്ധിതർ വിടുവിക്കപ്പെടും, രോഗികൾ സൗഖ്യമാവും, പൈശാചിമണ്ഡലമുള്ളവർ ദൈവത്തിൻ്റെ നാമത്തിൽ വിടുവിക്കപ്പെട്ട് സൗഖ്യമായി കർത്താവിനെ ആരാധിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ നാളുകൾ അങ്ങനെയുള്ള വലിയ വിടുതലുകൾ, സൗഖ്യങ്ങൾ ഈ ദേശത്തിനകത്ത് വെളിപ്പെടുവാൻ പോകുന്നു. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അതിനുവേണ്ടി സെലക്ട് ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകാൽ നാം ഉണർവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി നമ്മുടെ മുന്നേ ആയിരിക്കുന്ന കുറച്ച് ദിവസങ്ങൾ ഉണർവിൻ്റെ സാന്നിധ്യത്തോടെ കർത്താവ് ഇതിനകത്ത് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, വിശ്വസിക്കുന്നവരാൽ സർവ്വ അധികാരങ്ങളും സർവ്വ അവകാശങ്ങളും സർവ്വ പ്രവൃത്തികളും വെളിപ്പെടും. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് സംഭവിക്കും. നിങ്ങൾ എന്ത് പറയുന്നോ അത് സംഭവിക്കും. കാരണം കർത്താവ് ഒരിക്കലും നമ്മെ കൈവിടാതെ നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ തൻ്റെ മേലുള്ള അധികാരങ്ങൾ നമ്മളിലൂടെ വെളിപ്പെട്ടുകൊണ്ടേ ഇരിക്കും. യെശയ്യാപ്രവചൻ്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം പറയുന്നു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് നിന്നെ താങ്ങും. ഇസ്രായേൽ ജനങ്ങളെക്കുറിച്ച് ദൈവം പറയുന്ന വാഗ്ദത്തമാണ്, ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തമാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നമ്മൾ പുറപ്പാടൊക്കെ നോക്കുകയാണെങ്കിൽ അറിയാം കേട്ടോ. മോശ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ഇസ്രായേൽ ജനങ്ങളെ നടത്തിയപ്പോൾ ദൈവം ആരോടുകൂടെ ഇരുന്നു? ഇസ്രായേൽ ജനങ്ങളോടുകൂടെ ഇരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി ദൈവം അവരുടെ മുന്നേ സഞ്ചരിച്ചു. അവർ അനാഥരായിരുന്നില്ല, അവരെ നടത്തുവാൻ ഒരു ദൈവമുണ്ടായിരുന്നു. ഇന്ന് ഈ പകൽക്കാലവും പുതിയ നിയമ ഇസ്രായേലാകുന്ന നമ്മളോടുകൂടെ ആരുണ്ട്? കർത്താവുണ്ട്. അവൻ നമ്മെ ഉപേക്ഷിക്കില്ല, നമ്മെ തള്ളിക്കളയില്ല. നമ്മുടെ വിഷമഘട്ടത്തിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും പ്രതികൂലത്തിലും നമ്മളോടുകൂടെ നിൽക്കുന്ന സ്നേഹിതന്മാർ നമ്മളെ തള്ളിക്കളഞ്ഞാലും, നമ്മളെ സഹായിക്കുവാൻ കഴിയുന്നവർ നമ്മെ തള്ളിക്കളഞ്ഞാലും, ലോകം നമ്മെ വെറുത്താലും യേശു നിങ്ങളെ കൈവിടുകയില്ല. ആ കർത്താവ് നമ്മളോട് കൂടെ ഉള്ളതുകൊണ്ട്, ആ കർത്താവ് നമ്മെ വിട്ട് പിരിയാത്തത് കൊണ്ട്, പ്രിയ ജനമേ, ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, നാം അനാഥരല്ല. എന്തു സാഹചര്യം വന്നാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും, ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, യേശു നിങ്ങളെ തള്ളിക്കളയില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഓരോ സാഹചര്യങ്ങൾ നോക്കണം. നിങ്ങളോട് കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവർ, നിങ്ങളെ കൂടെ സഞ്ചരിക്കുമെന്ന് വിചാരിച്ചവർ, നിങ്ങളിൽ നിന്ന് നന്മകൾ വാങ്ങിയവർ, നിങ്ങൾ സഹായിച്ചവർ, എത്ര പേർ ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ട്? എവിടെയൊക്കെയോ നിങ്ങൾക്ക് അവസ്ഥകൾ മോശമായപ്പോൾ, എവിടെയൊക്കെ അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലൂടെ നടക്കാതായപ്പോൾ നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് അവർ മാറിപ്പോയെങ്കിൽ, നിങ്ങൾ ആദ്യം മുതൽ ഇതുവരെ സംരക്ഷിക്കുന്ന, ഇതുവരെ സ്നേഹിക്കുന്ന 2026 വർഷത്തിന് മുന്നേ കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി യാഗമായ കർത്താവ് നിന്നെ തള്ളിക്കളയില്ല.
താൻ തൻ്റെ ജീവന് നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ പകർന്ന കർത്താവാണ്. ഈ ലോകത്തിൽ സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിൽ വലുതായി ഒന്നുമില്ല എന്ന് കർത്താവ് തന്നെ പറയുന്നു. നമ്മെ സ്നേഹിതനായി കരുതി, നമ്മെ പുത്രനായി കരുതി, നമ്മെ സ്നേഹിച്ച അപ്പനെ കളയാതെ അപ്പന് വേണ്ടി ജീവിക്കുന്നവരായി നമ്മളും മാറണം. അതിനകത്ത് പറയുന്നു, ഭ്രമിച്ച് നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. നീ പേടിക്കണ്ട, നീ ഭ്രമിക്കണ്ട, നീ തകരുമെന്ന് നീ ചിന്തിക്കണ്ട. നമുക്കൊരു ദൈവം ഉണ്ട്, നമ്മെ തള്ളിക്കളയാത്ത ഒരു ദൈവം ഉണ്ട്. ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? ആ ധൈര്യമുണ്ടോ? ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തെ അറിഞ്ഞ് നമ്മൾ അറിഞ്ഞതുപോലെ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അത്രത്തോളം അറിവൊന്നും കാണില്ല, പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ദൈവത്തിന് കൊടുക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്താൽ, പ്രിയജനമേ, നമ്മെ തകർക്കുവാൻ സാത്താന് കർത്താവ് വിട്ടുകൊടുക്കില്ല. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ കർത്താവിനെ അറിഞ്ഞതുപോലെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് കുറച്ചെങ്കിലും നിങ്ങൾ ക്രമീകരണം വരുത്തിയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, സാത്താനെ നിൻ്റെ ഭവനത്തിനകത്ത് കയറുവാൻ കർത്താവ് അനുവദിക്കില്ല. ഇന്ന് പകൽക്കാലം കർത്താവ് ചില വ്യക്തികൾക്ക് വിടുതൽ നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ എപ്പോഴും ദൈവത്തെ സ്നേഹിക്കണം. തൻ്റെ കൽപ്പന വിട്ട് മാറരുത്. ആ കൽപ്പന എന്താണോ കൽപ്പന പറയുന്നത് അത് പ്രകാരം നീ ജീവിക്കണം. അതിനകത്ത് പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. നീ തളർന്നു പോകുമ്പോൾ എന്ത് ചെയ്യും? ഇസ്രായേൽ ജനങ്ങളോട് പറയുന്നതാണ്, നമ്മോടും. നീ തളർന്നു പോകുമ്പോൾ എന്ത് ചെയ്യും? നിന്നെ ഞാൻ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഈ ലോകത്തിൽ എല്ലാവരും തള്ളിക്കളഞ്ഞാലും ദൈവം നമ്മെ സഹായിച്ചാൽ മറ്റെന്തിനേക്കാളും വലുത് ദൈവത്തിൻ്റെ സഹായമാണ്. എല്ലാവരും തള്ളിക്കളയുന്ന ചില സീസൺ നമുക്ക് വരും. ചിലപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന പ്രശ്നമായിരിക്കാം, എന്തെങ്കിലും പ്രയാസമായിരിക്കാം, ജീവിതം തകർന്നു പോകുന്ന എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, എന്തെങ്കിലും ഞെരുക്കങ്ങളായിരിക്കാം. എല്ലാവരാലും നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കാം, ആരോടും പറയാൻ കഴിയാതെ വിങ്ങുന്ന അവസ്ഥയിലായിരിക്കാം. പക്ഷെ ദൈവം നിന്നെ സഹായിക്കുവാൻ ഇറങ്ങിയാൽ, പ്രിയ സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. നീ ആരോടും പറയാതെ രഹസ്യമായി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളുടെ മറുപടി ഈ ദിവസങ്ങളിൽ കിട്ടുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. നിൻ്റെ ഈ രഹസ്യ ജീവിതം, ആ കാര്യം മറ്റുള്ളവരോട് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊരു ആക്ഷേപമായി തോന്നും, ചിലപ്പോൾ അതൊരു പരിഹാസമായി തോന്നും. പക്ഷെ നീ ആരും സഹായിക്കാതിരിക്കുമ്പോൾ, ആരോടും പറയാതിരിക്കുമ്പോൾ, അത് നീ ദൈവസന്നിധിയിൽ പറയണം. കർത്താവെ, നീ എന്നെ കരുതുന്നത് കൊണ്ട്, നീ എന്നെ കൈവിടാത്തത് കൊണ്ട്, നീ എന്നെ ശക്തീകരിക്കുന്നത് കൊണ്ട് നീ എന്നെ സഹായിക്കണമെന്ന് പറയണം. കർത്താവ് ഈ നാളുകൾ നിനക്ക് വേണ്ടി സഹായവുമായി ഇറങ്ങി വരും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കർത്താവിൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് കർത്താവ് നിങ്ങളെ താങ്ങും. ഒരിക്കലും ആ വലം കൈയിൽ നിന്ന് നിങ്ങളെ വിട്ടുകളയില്ല. ഒരു അപ്പൻ മകനെ കൊണ്ട് നടക്കുന്നത് പോലെ കർത്താവ് നിങ്ങളെന്ത് ചെയ്യും? കൊണ്ട് നടക്കും. നിങ്ങളെ സംരക്ഷിക്കുന്നത് ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയല്ല, ഈ ലോകത്തിലെ പണമല്ല, ഈ ലോകത്തിലെ ജ്ഞാനമല്ല, ഈ ലോകത്തിലെ ദൈവമല്ല, ദൈവമെന്ന് നടിച്ചു നിൽക്കുന്നവനല്ല. സർവ്വ സൃഷ്ടികളെയും ഉണ്ടാക്കിയ, ഒരു വാക്കിനാൽ സൃഷ്ടിച്ച, സർവ്വ ഭൂചരങ്ങളെയും വാക്കിനാൽ സൃഷ്ടിച്ച നമ്മുടെ കർത്താവാണ്. അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നും പിതാവിൻ്റെ വലതു ഭാഗത്ത് നമുക്കായി പക്ഷപാതം ചെയ്യുന്നുണ്ട്. നമ്മെ സംരക്ഷിക്കുവാൻ, നമ്മെ കാക്കുവാൻ ആ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട്. നമ്മൾ ഉറങ്ങുമ്പോഴും മയങ്ങുമ്പോഴും താൻ മയങ്ങാതെ ഉറങ്ങാതെ നമുക്കായി കാവൽ നിൽക്കുന്നുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. നമ്മൾ അശക്തന്മാരല്ല, നമ്മൾ ശക്തന്മാരാണ്. നമുക്ക് ആരുമില്ല എന്ന് നമുക്ക് തോന്നുന്ന. ഹല്ലേലൂയ. അതേപോലെ തന്നെ പൗലോസ് അപ്പോസ്തലനോട് കർത്താവ് പറയുന്നൊരു വാക്കാണ് അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കൈകയറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുക. എന്തൊക്കെ ദോഷങ്ങൾ ആരൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ എതിരുകൾ നിങ്ങൾക്കെതിരെ വന്നാലും, യഥാർത്ഥ സത്യസന്ധമായി നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതാണെങ്കിൽ, കർത്താവ് പറഞ്ഞ ശുശ്രൂഷയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, കർത്താവാണ് നിങ്ങളെ ദേശത്തിനകത്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ആരൊക്കെ എഴുന്നേറ്റാലും എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും കർത്താവ് നിങ്ങളെ കൈവിടുകയില്ല. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഈ നാളുകൾ വെളിപ്പെടും. പൗലോസ് അപ്പോസ്തലന് ഒരു ഭയം തോന്നിക്കാണും. തൻ്റെ എതിരെ ജനം എഴുന്നേറ്റപ്പോൾ തനിക്ക് എന്തെങ്കിലും ദോഷം വരുമെന്ന് തോന്നിയ സമയത്തായിരിക്കാം യഹോവയായ ദൈവം ഇറങ്ങിയെങ്കിൽ. ഈ നാളുകളിൽ നമുക്കെതിരെ ദോഷം ചെയ്യുന്നവരുടെ മധ്യേ പോലും കർത്താവ് നമ്മെ നിർത്തും. അതേപോലെ യോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കറിയാം. യോസഫ് തൻ്റെ സഹോദരന്മാരുടെ മുന്നേ താൻ പറഞ്ഞ സ്വപ്നത്തെ പറഞ്ഞതുകൊണ്ട്
തൻ്റെ ഭവനത്തിനകത്ത് അല്ലെങ്കിൽ തനിക്ക് കിട്ടുവാൻ പോകുന്ന ഭാവിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ പൊട്ടക്കിണറ്റിലിടുകയും അവിടെ നിന്ന് നേരെ അടിമച്ചന്തയിലേക്ക് വിൽക്കുകയും അവിടെ നിന്ന് പോത്തിഫർ എന്ന് പറയുന്ന ഭവനത്തിലേക്ക് പോവുകയും അവിടെ നിന്ന് വീണ്ടും തടവറയിലേക്ക് പോകുന്ന ചരിത്രം നമുക്കറിയാൻ പറ്റും. പക്ഷെ അതിനകത്ത് യഹോവയായ ദൈവം തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നു, യോസഫിൻ്റെ ചരിത്രം എഴുതിയതിനകത്ത് എഴുതിയിരിക്കുന്നു, യോസഫ് എവിടെ പോയപ്പോഴും എല്ലായിടത്തും ദൈവത്തിൻ്റെ സാന്നിധ്യം അവനോട് കൂടെ ഉണ്ടായിരുന്നു. എവിടെയാണ് ഉണ്ടായിരുന്നത്? പൊട്ടക്കിണറ്റിലും ആരുണ്ടായിരുന്നു? ഹല്ലേലൂയ. ഞാൻ തിരിച്ചു വെച്ച്, കർത്താവ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നിട്ടും യോസഫ് എന്തുമാത്രം അനുഭവിച്ചു അല്ലേ? പൊട്ടക്കിണറ്റിൽ വീഴുന്നു, നമ്മളെ കാണുന്നില്ല, എന്താണ് പൊട്ടക്കിണറ്റിൽ വീഴുന്നു അനുഭവിച്ചു, അടിമച്ചന്തയിൽ പോയി അനുഭവിച്ചു, പോത്തിഫറിൻ്റെ ഭവനത്തിൽ ചെന്ന് അനുഭവിച്ചു, തടവറയിൽ അനുഭവിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടം വന്നാലും ദൈവം വിട്ടുമാറുകയില്ല. നിന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം വാഗ്ദത്ത നിവർത്തി വരെ നിന്നോട് കൂടെ കാണും. യോസഫിന് വാഗ്ദത്തം കൊടുത്തത് ആരാണ്? ദൈവമാണ്. എന്ത് വാഗ്ദത്തമാണ് കൊടുത്തത്? സഹോദരങ്ങളും അപ്പനും അമ്മയും നമസ്കരിക്കുന്ന രീതിയിൽ ഉയർച്ച പ്രാപിക്കും, രാജാവായി വാഴിക്കും. ആ പറഞ്ഞ ദൈവം തൻ്റെ സഹോദരന്മാർ തനിക്കെതിരെ നിന്നപ്പോൾ ആ പൊട്ടക്കിണഴിയിലുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ വെച്ച് തന്നെ കൊന്നു കളയാനാണ് സഹോദരന്മാർ ആദ്യം തീരുമാനിച്ചത്. പക്ഷെ അതിൽ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ ഉള്ളിൽ ദൈവം ഒരു ചിന്ത കൊടുത്തു, ഞങ്ങൾ അനുജൻ്റെ രക്തം ഞങ്ങൾക്ക് പാപമായി തീരുന്നതെന്ത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. പൊട്ടക്കിണറ്റിലിട്ടപ്പോൾ അവിടെ കിടന്ന് നശിക്കുമെന്ന് തോന്നിയ സമയത്ത് എന്ത് ചെയ്തു? അവിടെയുള്ള അടിമച്ചന്തയ്ക്ക് വിൽക്കുവാൻ ദൈവം അവരുടെ മുന്നിൽ ചിന്ത കൊടുത്തു. നമ്മൾ വിചാരിക്കും ദൈവം നമ്മെ തള്ളിക്കളഞ്ഞു. ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ചില സാഹചര്യം കാണുമ്പോൾ, ചില നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന കഷ്ടങ്ങൾ കാണുമ്പോൾ, നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന പ്രതികൂലങ്ങൾ കാണുമ്പോൾ, മറ്റാർക്കുമില്ലാത്ത വേദനകൾ വരുമ്പോൾ നമ്മൾ അറിയാതെ കർത്താവിൻ്റെ സന്നിധി പറയും, കർത്താവേ നീ എന്നെ തള്ളിക്കളഞ്ഞോ? നീ എന്നോട് കൂടെ നിൽക്കുമെന്നല്ലേ അപ്പാ പറഞ്ഞത്? നീ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വരികയില്ലെന്നല്ലേ അപ്പാ പറഞ്ഞത്? എന്നിട്ട് അപ്പാ നീ എന്നെ കളഞ്ഞോ എന്ന് ചോദിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഈ പകൽക്കാലം നിങ്ങളോട് വിളിച്ചു പറയുന്നു, ആ കർത്താവ് നിങ്ങളെ കളഞ്ഞിട്ടില്ല. ആ കർത്താവ് നിങ്ങളെ തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ, നിങ്ങളിൽ നിന്ന് അകന്നു പോയിരുന്നെങ്കിൽ, ആ കർത്താവ് നിങ്ങളെ വിട്ട് കളഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ആ സാഹചര്യത്തിൽ കിടന്ന് പെട്ട് മരിച്ചേനെ. നിങ്ങൾ ആ സാഹചര്യത്തിൽ നിന്ന് ഉയർന്ന് വരാത്ത ഒരു സാഹചര്യം ഉണ്ടായേനെ. പക്ഷെ ഇന്നും നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങൾക്ക് വന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് വന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് വന്ന പ്രതികൂലങ്ങൾ മറ്റാർക്കെങ്കിലുമാണ് വന്നിരുന്നെങ്കിൽ അവൻ ഈ ലോകത്തിൽ കാണില്ലായിരുന്നു. നിങ്ങൾക്ക് വന്ന എല്ലാ സാഹചര്യത്തിനകത്തും നിങ്ങളെ കരുതുന്ന ഒരു കരം അതിനകത്തുണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റിവെച്ച്, ഇന്നത്തെ സാഹചര്യം മാറ്റിവെച്ച്, കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നിങ്ങളെ നടത്തിയ വിധങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെ എല്ലാം യേശുവിൻ്റെ കരം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എൻ്റെ പ്രിയ ജനമേ, നമ്മെ കൈവിടാതിരിക്കുന്നത് ഈ ലോകത്തിൽ ഒരാളുണ്ടെങ്കിൽ അതെൻ്റെ ദൈവമാണ്. ആ ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, നമ്മെ കൈവിടുകയില്ല. ഹല്ലേലൂയ. നിൻ്റെ സങ്കടത്തിലും വിഷമത്തിലും പ്രയാസത്തിലും നിൻ്റെ പെറുപുറപ്പിലും നിൻ്റെ ജീവിതത്തിനകത്ത് വരുന്ന പല സാഹചര്യങ്ങളും എല്ലാം നന്നായി അറിയുന്ന കർത്താവ് അതിനായി ഓരോ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനങ്ങളെ നടത്തിക്കൊണ്ട് പോയ സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർക്ക് വെള്ളം ദാഹിച്ചു. ആ വെള്ളത്തിന്, അവിടെയുള്ള വെള്ളത്തിന് കയ്പായിരുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. മാറായല്ലേ വെള്ളം കയ്പായിരുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അവർ ആ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സമയത്ത് മോശയോട് യഹോവയായ ദൈവം പറഞ്ഞു, അവിടെയുള്ള ഒരു ചെടി വെട്ടി അതിലേക്ക് ഇടാൻ പറഞ്ഞു. ആ വെള്ളം ശുദ്ധിയായി തീർന്നു. എത്രയോ വർഷത്തിന് മുന്നേ ആ ചെടി അവിടെ വളർന്നു കാണും അല്ലേ? ഇവർക്കൊരു പ്രതികൂലം ഉണ്ടായപ്പോൾ ചെടി പെട്ടെന്ന് മുളച്ചു വന്നതല്ല, അല്ലെങ്കിൽ ആ പ്രതികൂലത്തിനകത്ത് പെട്ടെന്ന് വളർന്നു വന്ന ഒരു ചെടിയല്ല വെട്ടിയിടാൻ പറഞ്ഞത്. എൻ്റെ പ്രിയജനമേ, നിൻ്റെ മുന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ, പ്രതികൂലം ഉണ്ടാകുന്നതിന് മുന്നേ നിൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച് കർത്താവ് എല്ലാത്തിനും വഴി തുറന്നിട്ടുണ്ട്. എന്നോട് പരിശുദ്ധാത്മാവ് ഇപ്പോൾ പറയുന്നു, നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും കർത്താവ് ചില വഴികളെ കണ്ടിട്ടുണ്ട്. എല്ലാം തകർന്നു എന്ന് തോന്നിയെടുത്ത്, തടവറയിൽ പെട്ടുപോയെന്ന് തോന്നിയെടുത്ത്, അവിടെ വെച്ച് അപ്പക്കാരനെ കണ്ട സമയത്ത്, അവൻ സഹായിക്കുമെന്ന് തോന്നിയ സമയത്ത് മനുഷ്യർ പോലും സഹായിക്കാതിരുന്നപ്പോൾ അവിടുത്തെ രാജാവിൻ്റെ മുന്നേ സ്വപ്നം കാണിച്ച് കർത്താവ് അവനെ കൃത്യസമയത്ത് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവന് വേണ്ടി ഒരു വഴി കർത്താവ് തുറന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയജനമേ, നിനക്ക് വേണ്ടി വഴി തുറക്കുവാനും കർത്താവിനറിയാം. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളോടുകൂടെ എപ്പോഴും ചലിച്ചുകൊണ്ടേ ഇരിക്കും. യോശുവ 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം പറയുന്നു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് മോശ ഈ ലോകം വിട്ടെടുക്കപ്പെടുകയും
ദൈവത്തിൻ്റെ നിയോഗം കഴിഞ്ഞ സമയത്ത് മോശെ ഈ ലോകം വിട്ട് പോവുകയും ആ സ്ഥാനത്ത് മോശയെ പിൻപറ്റി നടന്ന വ്യക്തിയാകുന്ന യോശുവയ്ക്ക് ആ ചീട്ട് വീഴുകയും, കാരണം ഒരു അഭിഷിക്തനോട് ചേർന്ന് നടക്കുന്ന വ്യക്തികളെ അടുത്ത് അതിനുവേണ്ടി കർത്താവ് ഒരുക്കുകയുള്ളൂ. അതിനുദാഹരണമാണ് ഏലിയാവിനോട് കൂടെ ചേർന്ന് നടന്ന എലിശയ്ക്കാണ് ഏലിയാവിൻ്റെ പുതപ്പിൻ്റെ ഇരട്ടി ശക്തി ലഭിച്ചത്. അപ്പോൾ മോശയുടെ കൂടെ നടന്ന യോശുവയെ ഇസ്രായേൽ ജനങ്ങളെ പിന്നീട് നടത്തുവാൻ വേണ്ടി യഹോവയായ ദൈവം സെലക്ട് ചെയ്യുന്ന സമയത്ത് ദൈവം യോശുവയോട് പറയുന്ന വാഗ്ദത്തമാണ് ഇത്: നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇതിനേക്കാൾ എന്ത് ഉറപ്പാണ് ദൈവം കൊടുക്കേണ്ടത്? ഹല്ലേലൂയ. 16-20 ലക്ഷത്തിലധികം ജനം, അതില്ലെങ്കിൽ അതിലേറെ ജനമായി കാണും. യോശുവയുടെ കാലഘട്ടത്തിൽ അടുത്ത തലമുറകളായി അതിലേറെ ജനത്തെ നയിക്കുവാൻ യോശുവയ്ക്ക് കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുവാൻ ദൈവം പറയുന്ന വാഗ്ദത്തമാണ്: മോശയോടുകൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. മോശയോടുകൂടെ യഹോവയായ ദൈവം ഇരിക്കുന്നത് ആര് കണ്ടിട്ടുണ്ട്? യോശുവ കണ്ടിട്ടുണ്ട്. ഒരു സ്നേഹിതനെ പോലെ മോശയോട് സംസാരിക്കുന്നത് ആര് കണ്ടിട്ടുണ്ട്? യോശുവ കണ്ടിട്ടുണ്ട്. ആ ഒരു ഒറ്റ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ യോശുവ ഉറയ്ക്കുമായിരുന്നു. പക്ഷെ അതിനോടൊപ്പം യോശുവയോട് യഹോവയായ ദൈവം പറയുന്നു: ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല, നിന്റെ ജീവകാലത്തിൽ ഒരിക്കലും. ഒരാഴ്ചത്തേക്കല്ല കേട്ടോ, താൻ ഇത്രയും കാലം, എത്ര കാലം ഈ ലോകത്ത് ജീവിക്കുന്നു അത്രയും കാലം മോശയ്ക്കെതിരെ നിന്നതുപോലെ പോലും എന്ത് ചെയ്യില്ല, ഒരു വ്യക്തിയും നിൽക്കില്ല. മോശയ്ക്കെതിരെ പലരും നിന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മോശയ്ക്കെതിരെ പല വ്യക്തികൾ നിന്നിട്ടുണ്ട്. യഹോവയായ ദൈവത്തിൻ്റെ പ്രതികൂലങ്ങൾ അവർക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. പക്ഷേ യോശുവയോട് പറയണം: മോശയുടെ പോലെ മുന്നേ നിന്നതുപോലെ പോലും നിന്റെ മുന്നിൽ ആര് നിൽക്കില്ല? ഒരു വ്യക്തിയും ഒരു മനുഷ്യനും നിൽക്കില്ല. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. ഈ ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങിപ്പോകാൻ പറ്റും. കർത്താവിൻ്റെ സന്നിധിയിൽ ഉറപ്പുള്ളവർ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. ഉണർവിൻ്റെ ശക്തിയോടെ എഴുന്നേൽക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നവരായി എഴുന്നേൽക്കട്ടെ. ദൈവിക കരം ചലിക്കുന്നവരായി എഴുന്നേൽക്കട്ടെ. അങ്ങനെ ഒരു യോശുവ ഒരു ചരിത്രം സൃഷ്ടിച്ചെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമ്മളെയും കർത്താവ് ചരിത്രങ്ങളാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തിനകത്തും കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. കർത്താവ് വലുത് നമുക്ക് വേണ്ടി ചെയ്യും. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യം പറയുന്നു: 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. 2-3 പേർ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യത്തിൽ ആരുണ്ട്? കർത്താവുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളിത് ഇതിനകത്ത് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ആരുണ്ട്? കർത്താവ് ഉണ്ട്. നിങ്ങളിഞ്ഞ് ഭവനത്തിനകത്താണ് കർത്താവിൻ്റെ നാമത്തിൽ കൂടിയിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് ആരുണ്ട്? കർത്താവുണ്ട്. നിങ്ങൾക്ക് ഭയമുണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിഷയങ്ങൾ വരുമ്പോൾ കുടുംബമായി നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. ദൈവത്തോടെ കൂടെ ചേർന്നിരിക്കണം. അവിടെ ദൈവം ഇറങ്ങി വരും. ആ വിഷയത്തിനേക്കാൾ വലുതാണ് നമ്മുടെ ദൈവം. നിന്റെ സാഹചര്യത്തെക്കാൾ വലുതാണ് നമ്മുടെ ദൈവം. അവൻ നമ്മെ കൈവിടുകയില്ല. ദൈവം നമ്മോട് കൂടെ ഇരിക്കും. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യം പറയുന്നു: അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങൾ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ സമയത്ത് കർത്താവ് അവരോട് പറഞ്ഞു: ഞാനോ ലോകാവസാനം, മത്തായി എഴുതിയ സുവിശേഷത്തിനകത്ത് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. അത് കേട്ട് അവർ എന്ത് ചെയ്തു? അവർ പുറപ്പെട്ടു, എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങൾ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ഈ വചനം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ഈ വർഷം സഭയ്ക്ക് കിട്ടിയതാണ് കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളോട് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ ഇറങ്ങണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു സാഹചര്യം അന്ന് കാണൂല, ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിനകത്ത് മുന്നോട്ട് പോകേണ്ട വഴികൾ കാണൂല. പക്ഷേ ദൈവമാണ് നിങ്ങളോട് പറഞ്ഞു എന്ന് ഉറപ്പുണ്ടെങ്കിൽ അബ്രഹാം ചെയ്തതുപോലെ വിശ്വസിച്ചുകൊണ്ട് നീ ഇറങ്ങണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കാം.